നിർദ്ദേശങ്ങളും നൽകാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാൻ വെറുതെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. എന്തായാലും പാറ്റേൺ പ്രോജക്ട് വിൽ എൻഡ് ഓൺ മാർച്ച് 31, 2017. മാർച്ച് 31 2017 നമ്മൾ ഈ പാറ്റേൺ എന്നുള്ള ഈ പ്രോജക്റ്റ് അവസാനിക്കും. ഒരു വർഷം കൊണ്ട് അവസാനിക്കും. നിങ്ങളുടെ പാറ്റേൺ എന്നുള്ള മെമ്പർഷിപ്പ് കാർഡ്, ആ ഒരു അധികാരം, നിങ്ങൾക്കുള്ള അധികാരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല. കല്യാണം, എൻഗേജ്മെന്റ്സ്, പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിംഗ്സ്, മറ്റ് നിയമത്തിനതീതമായ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് അതീതമായ പരിപാടികളൊന്നും തന്നെ ഈ ഒരു ഹോളിൽ അനുവദിക്കുന്നതല്ല. ദെൻ ഹോൾ ഒരിക്കലും നമ്മൾ റെന്റ് ബേസിൽ കൊടുക്കുന്നില്ല. ഐഡിയ ഫാക്ടറി ബോർഡ് മെമ്പേഴ്സിന്റെ പരിപാടികൾ, പാറ്റേണിന്റെ വ്യക്തിപരമായ ബിസിനസ് പരിപാടികൾ മാത്രമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. പാറ്റേണിനെ കുറിച്ചുള്ള സാഹചര്യത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഐഡിയ ഫാക്ടറി CCD ബോർഡ് മീറ്റിംഗിൽ എടുക്കും. ആ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ മുഴുവൻ പാറ്റേൺ മെമ്പേഴ്സും ബാധ്യസ്ഥരാണ്. ദെൻ കോംപ്ലിമെന്ററി ഹോൾ വിൽ നോട്ട് ബി അവൈലബിൾ ഫോർ രണ്ടാം ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഈ ഹോൾ കോംപ്ലിമെന്ററി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ പാറ്റേണുമായി ബന്ധപ്പെട്ട 9ഓളം പരിപാടികൾ ഈ പറയുന്ന ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും കോംപ്ലിമെന്ററി ആയി യൂസ് ചെയ്യാൻ പാടില്ല, ലഭിക്കുന്നതല്ല എന്നുകൂടി അറിയിക്കുന്നു. കോംപ്ലിമെന്ററി ഹാൾ ഈ ഉപയോഗിക്കുന്നതിന് 15 ദിവസം മുമ്പ് ഐഡിയ ഫാക്ടറി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യണം എന്നറിയിക്കുന്നു. കാരണം 50 പേരും 17 പേരും അതുപോലെ തന്നെ എല്ലാം കൂടി 65-70ഓളം ടീം നമുക്കിപ്പോൾ ഉണ്ട്. ഓരോ ആളുകൾക്കും 15 ദിവസം മുമ്പ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റൂ. ദെൻ എന്തെങ്കിലും നമ്മുടെ ഷെഡ്യൂൾ പ്രോഗ്രാമിൽ മാറ്റമുണ്ടെങ്കിൽ മെമ്പേഴ്സിനെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. മുഴുവൻ ആളുകളും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നമുക്ക് റെപ്രസെന്റേറ്റീവിനെ അയക്കാം. നമുക്ക് പ്രോഗ്രാമിൽ വരാൻ പറ്റില്ലെങ്കിൽ റെപ്രസെന്റേറ്റീവിനെ അയക്കാം. പക്ഷേ ബിസിനസ് മാർക്കറ്റിംഗ് ഇൻക്യുബേറ്റർ BMI, ഫാമിലി ഗെറ്റ് ടുഗദർ, കൺസൾട്ടൻസി ക്ലിനിക് ആൻഡ് മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാംസ് ഇതിന് റെപ്രസെന്റേറ്റീവിനെ അലോ ചെയ്യുന്നതല്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, വാശി കൊണ്ടല്ല. ഇത് എൻജോയ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ടാണ് ആ ഒരു ലോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ സജഷൻസും ഒപ്പീനിയൻസും എല്ലാ സമയത്തും വളരെ